കായംകുളത്ത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ നേരിടേണ്ടി വന്നത് ക്രൂര പീഡനമെന്ന് യുവതി 24നോട്. പീഡനം പുറത്തു പറയാതിരിക്കാൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് സിനിൽ സവാദ് വൻ തുക ഓഫർ ചെയ്തു. പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്നും യുവതി 24നോട് പറഞ്ഞു. ആ പ്രതികരണത്തിൽ ഒരു യാത്രാമധ്യേ യുവതിയും സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നു. ഈ അപകട സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരിൽ നിന്ന് ആ വാഹനാപകടത്തിൽ നിന്ന് ഏറ്റ മുറിവിനേക്കാൾ വേദനയാണ് ഉണ്ടാക്കിയത്. ആ യുവതി, ആ പെൺകുട്ടി നമ്മളോടൊപ്പം ചേരുകയാണ് 24നൊപ്പം. എന്താണെന്ന് സംഭവിച്ചത്? 3-ാം തീയതി വൈകുന്നേരമാണ് അപകടം ഉണ്ടാകുന്നത്. ഞങ്ങൾ ആക്ച്വലി എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കുട്ടികളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ആളൊന്ന് മയങ്ങിപ്പോയി. അത് വണ്ടി ഡിവൈഡറിൽ ഇടിച്ച് ആക്സിഡൻ്റ് ആയി. എനിക്ക് ഓൾറെഡി ബ്രീത്ത് ഔട്ടായി. എനിക്ക് ആസ്മ ഇഷ്യൂ ഉണ്ട്. സോ ഞാൻ ഓൾറെഡി ബ്രീത്ത് ഔട്ട് ആയപ്പം ആദ്യം അവിടെ ഒരു പെട്ടിയാട്ടം വന്നു. അപ്പോൾ അതിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ വണ്ടിയിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം സ്പോട്ടിൽ തന്നെ ആക്സിഡന്റ് നടന്ന സൗണ്ട് കേട്ട് ബൈക്കിൽ രക്ഷാപ്രവർത്തന മുനമ്പിലും കാമം തെരഞ്ഞ അങ്ങേയറ്റം നടക്കുന്ന ഇങ്ങനെയും മനുഷ്യരോ എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് വരുന്നത്. റിനു ശ്രീധർ ഇപ്പോൾ ആ പരാതി നൽകി യുവതിയുമായി സംസാരിച്ച ശേഷം നമ്മോടൊപ്പം ചേരുന്നു. റിനു, എന്തൊക്കെയാണ് ആ യുവതി പരാതിയിൽ പറയുന്നത്? ഇതിലൊരു പോലീസ് ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം പോലീസിനെതിരെ ഉയർത്തുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? സുഹൈൽ, ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് കായംകുളത്ത് ഒരു ദേവാലയത്തിൽ പോയതിനു ശേഷം ഈ പെൺകുട്ടിയും സുഹൃത്തുക്കളും വരുമ്പോൾ ഓട്ടോറിക്ഷ മറിയുന്നത്. തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ അവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു നേതാവിൽ നിന്ന് ഒരു ക്രൂരമായിട്ടുള്ള പീഡനമുറ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനത്തിന് ഈ കുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് വഴിയാണ് ഇദ്ദേഹം കടന്നുപിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. സിനിൽ സവാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം ആശുപത്രിയിലെത്തി. ഇത് പുറത്തു പറയാതിരിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് ഉടൻ തന്നെ റഫറൻസ് വാങ്ങി പോകണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തൊട്ടു പിറ്റേന്ന് തന്നെ, അതായത് അന്ന് രാത്രി തന്നെ പോലീസിനോട് വിവരം അറിയിക്കുകയും പോലീസ് ഒരു തരത്തിലുള്ള മൊഴിയൊന്നും രേഖപ്പെടുത്തിയില്ല. പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ഈ പരിക്കുകളോടെ ഉള്ള കുട്ടി തിരികെ നാട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഈ കായംകുളത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം മൊഴി കൃത്യമായി രേഖപ്പെടുത്തുക, അതായത് 164 മൊഴിയൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കായംകുളം പോലീസിനെതിരെ ആരോപിക്കുന്നത്. ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എന്നുള്ളതും ഈ പെൺകുട്ടി ആരോപിക്കുന്നുണ്ട്. ഒപ്പം ഇതിനിടയിൽ ഈ സിനിൽ സവാദ് എന്ന് പറയുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവ് വൻ തുക ഓഫർ ചെയ്ത് സുഹൃത്തുക്കളെ പറഞ്ഞുവിട്ടു എന്നുള്ള അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടി. സുഹൈൽ, എന്തായാലും അപകടം പറ്റിക്കിടന്ന ഒരു യുവതിയാണ്. എത്രയും വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുന്നതിനിടെ അങ്ങനെ ഒരു കണ്ണോടുകൂടി കാണണമെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം അധപതച്ച മനുഷ്യനാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പോലീസിനെതിരെയും ചില ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.